നമസ്കാരം. മീനുക്കുട്ടി അല്ലെങ്കിൽ മീനാക്ഷി, ആ കുട്ടിയെ അറിയാൻ പാടില്ലാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഹരിയാശാസ്ത്രങ്ങളെ എക്കാലത്തെയും ആങ്കറാണ്, മനോഹരമായ ആങ്കറിങ് ചെയ്ത കുട്ടിയാണ്. അതേപോലെ തന്നെ അമർ അക്ബർ അന്തോണി ഒപ്പം എന്ന സിനിമയിൽ നല്ല മനോഹരമായ വേഷം ചെയ്തൊരു കുട്ടിയാണ്, വളരെ മിടുക്കിയാണ്. അതിന്റെ ചെറുപ്പകാലത്ത് ഐഡിയശാസ്ത്രങ്ങളിൽ ശരത് സാർ ചോദിച്ച ഒരു ചോദ്യം, അതായത് 1 കിലോ ഇരുമ്പാണോ 1 കിലോ പഞ്ഞിക്കാണോ തൂക്കം കൂടുതലെന്ന്. കുട്ടി ഒരു സംശയമില്ലാതെ പറഞ്ഞു ഇരുമ്പിനാണെന്ന്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകൾ പറയുന്നുണ്ട്, എന്നെ സ്കൂളിൽ ചെന്ന് കൂട്ടുകാരെല്ലാം ഇങ്ങനെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അതിനെക്കുറിച്ച് പിന്നീട് അതൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് ഞാൻ കണ്ടത്. 1 കിലോ ഇരുമ്പ് കൊണ്ട് ഒരു അടി കിട്ടുന്നതാണോ 1 കിലോ പഞ്ഞി കൊണ്ട് ഒരു അടി കിട്ടുന്നതാണോ ഇരിപ്പത്, അല്ലേ? അത് അങ്ങനെ ഒരു ചിന്ത നമ്മൾ ചിന്തിച്ചിട്ടില്ല. ശരിക്കും അങ്ങനെ ഒരു ചിന്ത ആ കുട്ടി വലുതായി കുറച്ചുകൂടെ യുക്തിപരമായി അല്ലെങ്കിൽ കുറച്ചുകൂടെ ആശയപരമായി അത് വളർന്നു എന്നുള്ളത് നമുക്ക് കൊച്ചിലത്തെ ആ കുട്ടിയാണ് നമുക്ക് ഓർമ്മ. പക്ഷെ അത് ആശയപരമായും ഒക്കെ ഒരുപാട് വളർന്നു. ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതിന്റെ കഴിഞ്ഞ ദിവസം ഉള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന് സത്യമായിട്ടും ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ നല്ല കമന്റുകൾ, അതായത് ഏറ്റവും ഒരു തെറി കമന്റുകൾ വരേണ്ടതിന് പകരം നല്ല കമന്റുകൾ മാത്രം വന്ന ഒരു പോസ്റ്റ് തന്നെയാണത്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റിൽ നടിയിൽ മോശമായ കമന്റുകളാണ് വരുന്നത്. പക്ഷെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റാണ്. അതായത് കുട്ടി എഴുതിയിരിക്കുന്നത് എത്തിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് റാഷണൽ ആണ് എന്നാണ് ഉത്തരം. അതായത് അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം, അതായത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാരായി നിൽക്കുന്നവര് ദൈവത്തിന്റെ മുതൽ മോഷ്ടിക്കുമ്പം അവർക്ക് ഉറപ്പാണ് ദൈവം അവരെയോ അവരുടെ കുടുംബത്തെയോ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അവരാണ് ഏറ്റവും വലിയ എത്തിസ്റ്റുകൾ. ശരിയാണ്, അവരാണ് നിരീശ്വരവാദികൾ എന്നാണ് കുട്ടി പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ റാഷണലാണ്, ഞാൻ യുക്തിയാണ് എന്നെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ യുക്തിപരമായി അല്ലെങ്കിൽ ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ആളാണ് ഞാൻ, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നെ ഭരിക്കുന്നതെന്നാണ് ആ കുട്ടി അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആ പോസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ചാൽ നല്ല മനോഹരമായ ആ കുട്ടി അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് അഭിനന്ദിക്കാനേ കഴിയുള്ളൂ. അതിന് സത്യത്തിൽ അങ്ങനെയൊക്കെ ഒരു പോസ്റ്റുകൾ കാണുമ്പോഴാണ് നമ്മൾ പലരും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. ഈ പോസ്റ്റ് അതിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ കിടപ്പുണ്ട്, എടുത്ത് കാണുക. അത് വളരെ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരെല്ലാവരും ചിന്തിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരാളെ ഇങ്ങനെ ഒരു ദേവാലയത്തിൽ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം അവർക്കറിയാം ഇതൊന്നുമല്ല എന്ന രീതിയിൽ തന്നെയാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. നന്ദി.